സജി എന്നാണ്. ബന്ധത്തിൽ ആരായിട്ട് വരും? എൻ്റെ മാമന്റെ മോനാണ്. മാമന്റെ മോനാണ്. പക്ഷേ മാമന്റെ മോനാണെങ്കിൽ പോലും പ്രവൃത്തിയിൽ അങ്ങനെ അല്ല. ഒരു സഹകരണവും ഇല്ല. എന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അടിക്കുക, വെട്ടുക, കുത്തുക, കൊല്ലുക എന്നുള്ള വാക്കുകളല്ലാതെ ഭീഷണിയാണ്, എപ്പോഴും ഭീഷണിയാണ്. ഇനിയിപ്പം ഓൾമോസ്റ്റ് എപ്പോഴെങ്കിലും ഞാൻ മരണപ്പെട്ട പോലും എന്റെ മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെ ആയിരിക്കും. മറ്റാരും അതിന് പങ്കുണ്ടാവത്തില്ല. അത് 100% ഉറപ്പാണ്. നിനക്ക് ഇങ്ങനെ ജീവിക്കുന്നേക്കാളും പോയി തൂങ്ങിച്ചത്തൂടെ, ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാണ്, എന്താ പറയാ, നിനക്ക് ഇതിലൂടെ എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഹറാസ് ചെയ്യാറുണ്ട്. നേരെ കടയിലേക്ക് വരുന്നു. വന്ന ഉടനെ എന്താ പറയാ, ഞാൻ കാർപോർക്കിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് നേരെ എന്നെ കഴുത്തിന് കയറി പിടിക്കുകയും വയറ്റത്ത് ഇടിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ റോഡിലിട്ട് വലിച്ചിഴയ്ക്കുകയും അതോടൊപ്പം എന്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറാനും വലിച്ചു ഊരാനും ഒക്കെ ശ്രമിച്ചായിരുന്നു. ഞാൻ ചോദിക്കാൻ ചെന്നത് കാരണമാണ് എന്റെ മോനെ ഇങ്ങനെ കൊല്ലാൻ തന്നെയാണ് അവൻ ശ്രമിച്ചത്. 2 വർഷം കൊണ്ട് എന്റെ മോൻ ഒരുപാട് സഹിക്കുന്നുണ്ട്. എനിക്ക് നല്ല സുഖമില്ലാത്ത ഒരാളാണ്. ഞാൻ സുഖമില്ലാത്ത ഒരാളായതുകൊണ്ട് ഈ മോനാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി എന്നെ പോറ്റിക്കൊണ്ട് പോണത്. എന്റെ മോനും ഞാനും കൂടെ പിന്നെ ആശുപത്രിയിലോട്ട് പോയപ്പോഴും ഇവനെ ഓടി ഓട്ടോയുടെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവനെ ശരിക്കും പെരുമാറിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്റെ അടുത്ത് വീട്ടിൽ വെച്ച് പറഞ്ഞ് ഇന്നത്തെ ദിവസം ഞാൻ അവനെ അടിച്ചിരിക്കും, ഞാൻ വെട്ടിയിരിക്കും, വെട്ടെങ്കിൽ വെട്ട്, അടിയെങ്കിൽ അടി. നമസ്കാരം, മലയാളി വാർത്തയ്ക്ക് സ്വാഗതം. ഗേ എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ 8 വർഷമായി ജീവിക്കുന്ന യുവാവിനെ സ്വന്തം ബന്ധു അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി. മോനെ, നിനക്ക് എന്താ ഉണ്ടായേ? ഇന്ന് ഇപ്പൊ 2 വർഷത്തോളായിട്ട് എന്നെ പുള്ളിക്കാരൻ ക്രൂരമായി മർദ്ദിച്ചോണ്ട് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് എന്താ പറയാ, എന്നെ ക്രൂരമായിട്ട് തന്നെ മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം കയ്യിലും കൈയുടെ ഭാഗത്ത്, പിന്നെ ഇപ്പം ഷോൾഡർ, കൈ മേലേക്ക് പൊന്തിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ റോഡിലിട്ട് വലിച്ചഴക്കുകയാണ്. കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ഇപ്പം ഗേ ആണെന്ന് ഡിക്ലെയർ ചെയ്ത് സൊസൈറ്റിയിൽ, എന്റെ സൊസൈറ്റി തന്നെയാണ്, ഞാൻ എന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അമ്മയ്ക്ക് ആദ്യമൊക്കെ കുഴപ്പമായിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയുടെ കൂടെ തന്നെ വീട്ടിലാണ് നിൽക്കുന്നത്. സോ എന്താ പറയാ, അത് അവന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇപ്പൊ 2 വർഷമായിട്ടാണ് കണ്ടിന്യൂ ആയിട്ട് വീട്ടിലുള്ളത്. ഈ 2 വർഷം കൊണ്ട് എന്നെ എവിടെ വെച്ച് കണ്ടാലും, സൊസൈറ്റിയിൽ, പബ്ലിക്കിൽ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും എന്നെ മോശമായി, 2 വർഷം കൊണ്ട് മാനസികമായിട്ട് ഇന്നാണ് മേത്ത് കൈവച്ചത്. ആദ്യമായിട്ടാണ് മേത്ത് കൈ. പലതവണ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലും എന്ന്, പലതവണ വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾ തന്ന ആളുടെ പേരെന്താണ്? പേര് സജി എന്നാണ്. ബന്ധത്തിൽ ആരായിട്ട് വരും? എന്റെ മാമന്റെ മോനാണ്. പക്ഷേ മാമന്റെ മോനാണെങ്കിൽ പോലും പ്രവൃത്തിയിൽ അങ്ങനെ അല്ല. ഒരു സഹകരണവും ഇല്ല. എന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അടിക്കുക, വെട്ടുക, കുത്തുക, കൊല്ലുക എന്നുള്ള വാക്കുകളല്ലാതെ ഭീഷണിയാണ്, എപ്പോഴും ഭീഷണിയാണ്. ഇനിയിപ്പം ഓൾമോസ്റ്റ് എപ്പോഴെങ്കിലും ഞാൻ മരണപ്പെട്ട പോലും എന്റെ മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെ ആയിരിക്കും. മറ്റാരും അതിന് പങ്കുണ്ടാവത്തില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേക്ക് എന്താ പറയാ, പുറത്തിറങ്ങി എന്താ പറയാ, സ്വന്തം വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം വീട്ടിലല്ല, നാട്ടുകാരുടെ മുമ്പിൽ സ്ട്രഗിൾ ചെയ്തിട്ട്. നാട്ടുകാരൊട്ടും എന്റെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഒട്ടും മനോഭാവം, അതായത് സഹകരണ മനോഭാവം ഇല്ല. ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്താ പറയാ, എന്തോ ഒരു വൃത്തികെട്ട എന്തോ ഒരു ജന്തുവിനെ കാണുന്നത് പോലെ അവർക്ക് ക്രൂരമായി മർദ്ദിക്കുക, അല്ലെങ്കിൽ അനാവശ്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ള രീതിയിലുള്ള ഒരു വൃത്തികെട്ട ജന്തുവിനെ കാണും പോലെയാണ് എന്റെ നാട്ടുകാരാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ പറയുന്ന എന്റെ എന്താ പറയാ ചേട്ടനെ പോലെ നിൽക്കുന്ന ആ വ്യക്തിയും ചെയ്യുന്നത് തന്നെ. നിങ്ങളുടെ ഈ മാമന്റെ മോൻ എന്ന് പറഞ്ഞ ആള് നിങ്ങൾ നിരന്തരം എന്താ പറയാ, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? വേറെ ഒരു രീതിയിലും ഇതുവരെയും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ മാനസികമായിട്ട് ഒരുപാട് പറഞ്ഞ് മെന്റലി ഡിപ്രസ്ഡ് ആക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആക്കുന്നത്? നിനക്ക് ഇങ്ങനെ ജീവിക്കുന്നേക്കാളും പോയി തൂങ്ങിച്ചത്തൂടെ, ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാണ്, എന്താ പറയാ, നിനക്ക് ഇതിലൂടെ എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഹറാസ് ചെയ്യാറുണ്ട്. അത് കൂടുതൽ ഹറാസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് എന്താ പറയാ, ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരുപാട് പേര് നിൽക്കുന്ന ടൈമിലായിരിക്കും. അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഇരുന്നിട്ടായിരിക്കും. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് തന്നെ എന്നെ ഒരുപാട് എന്താ പറയാ ചീത്ത വിളിച്ചായിരുന്നു. ഒരു സന്ധ്യ, ഇന്ന കാരണമില്ല, എന്നെ എപ്പോ കണ്ടാലും ചീത്ത വിളിക്കുക. ഇന്നും സംഭവിച്ചത് അത് തന്നെയാണ്. 4 മണിയോടുകൂടി ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. എന്തിനാണ് ചീത്ത വിളിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അമ്മയെ ചേർത്താണ് എന്നെ ചീത്ത വിളിച്ചത്. ഞാൻ മിണ്ടാതെ പോയപ്പോഴത്തേക്കും വീണ്ടും എന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ വരണ്ട. പിന്നെ അമ്മയെ ചേർത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രമല്ല അമ്മ, നിനക്കും അമ്മയുണ്ട്
എന്നൊരു വാക്കാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഇപ്പം എന്താ പറയാ, ഇത്രയും മണിക്കൂറിനകത്ത് തന്നെ എന്റെ സൊസൈറ്റിയിലുള്ള നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ചീത്ത വിളിച്ചത്. ഇപ്പൊ പുള്ളിക്കാരനെ ഞാനാണ് അങ്ങോട്ട് ചീത്ത വിളിച്ചത്, അതിനാണ് അവൻ തല്ലിയത് എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതായത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള ഒരു നയമാണ് എന്റെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ കുറിച്ചും പരാതിയുണ്ട്, നിങ്ങളുടെ സ്വന്തം മാമന്റെ മോനെ കുറിച്ചും പരാതിയുണ്ട്. നാട്ടുകാരെ കുറിച്ച് എനിക്ക് അത്ര പരാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് മാറാൻ പോകുന്നില്ല. ഒന്നത് ഗ്രാമപ്രദേശവും കൂടെ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനി എന്തൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു? പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനായിരുന്നു? പാലോട് പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. പാലോട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്താ പറയുക ഒരു 4:30 കൂടി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റേഷനിൽ നിന്ന് ഒരു 6 മണിയോട് കൂടി വന്ന് അവർ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പോയി. രാവിലെ പെറ്റീഷൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം എന്റെ അമ്മ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി, നീ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കാൻ പോയി. അതിനുശേഷമാണ് 7 മണിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിന്റെ മുമ്പിൽ ഇപ്പം കുറെ നാളായിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ബോഡി ഫുള്ള് പെയിനും അങ്ങനെ എന്താണ് അസുഖം എന്ന് എനിക്കൊന്നും പറയാൻ പറ്റാത്ത രീതി വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് ഇപ്പൊ 3 ദിവസമായിട്ടുള്ള ഞാൻ വർക്കിന് കയറിയിട്ട്. അപ്പം 3 ദിവസം വർക്കിന് കയറി എന്താ പറയാ, ഇന്ന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോഴമ്മ ചോദിക്കാൻ ചെന്നതാണ് അവന് കൂടുതൽ അവന് ഇതിലേക്ക് എന്താ പറയാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു ഇത് വന്നത്, ടെൻഡൻസി വന്നിട്ട് നേരെ അവൻ കടയിലേക്ക് വരികയായിരുന്നു. ആ ടൈമിൽ ഷോപ്പിൽ ഓണർ ഇല്ലായിരുന്നു. നേരെ കടയിലേക്ക് വരുന്നു. വന്ന ഉടനെ എന്താ പറയാ, ഞാൻ കാർ പോർക്കിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് നേരെ എന്നെ കഴുത്തിന് കയറി പിടിക്കുകയും വയറ്റത്ത് ഇടിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ റോഡിലിട്ട് വലിച്ചിഴയ്ക്കുകയും അതോടൊപ്പം എന്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറാനും വലിച്ചു ഊരാനും ഒക്കെ ശ്രമിച്ചായിരുന്നു. സോ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് കൊണ്ട് തന്നെ അത് മാത്രം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ പറയാ കൂടി നിന്നവര് എന്താ പറയാ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു ലാഘവത്തിലാണ് നാട്ടിലുള്ളവർ നോക്കി നിന്നത്. അതിൽ 1-2 പേര് എതിർത്തപ്പോൾ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് എതിർത്തപ്പോഴത്തേക്കും മറ്റൊരു വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുത മൂലം എന്റെ അടുത്ത് ശത്രുള്ള വേറൊരാള് കയറിയിട്ട് മറ്റുള്ളവരെ തള്ളി നീക്കിയിട്ട് അവനെ അടിച്ചു കൊല്ലട്ടെ എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ഒരൊറ്റ ചോദ്യം മാത്രം. 2016 നാൽസാ ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്, എന്റെ വ്യക്തിത്വം എന്താണോ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് അതാണ് എന്റെ വ്യക്തിത്വം. ഇദ്ദേഹം ഒരു ഗേ ആണ് എന്നൊരൊറ്റ തെറ്റ്, അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാമൂഹ്യ നീതി വകുപ്പ് ഇന്ന് കേരളത്തിൽ ലഭ്യമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇയാൾക്ക് സ്വന്തം സഹോദരന്റെ ഭാഗത്തു നിന്നും അതിക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. വിജേഷിന്റെ അമ്മ ഇപ്പൊ മലയാളി വാർത്തയോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, എന്താണമ്മ, ഒരു മോനെ നിങ്ങൾ പ്രസവിച്ചു, നിങ്ങൾക്കില്ലാത്ത ധർമ്മമാണ് നാട്ടുകാർക്കുള്ളത് അല്ലേ? എന്റെ മോന് ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പള്ളിയിൽ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴും എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ പിന്നെ കടയിലോട്ട് പോയപ്പോൾ എന്നെ സജി ചീത്ത വിളിച്ചു, അടിക്കാൻ ഓടിച്ചു. അങ്ങനെ ഒരുപാട് ഞാൻ ഓടി എനിക്ക് ജംഗ്ഷനിൽ എത്താൻ പറ്റിയില്ല. അതിന് മുന്നായിട്ട് ഞാൻ ഒരു വീട്ടിലോട്ട് ഓടി അങ്ങ് കയറുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ്. അതിനുശേഷം ഞാൻ ചോദിച്ച, മോനെ നിന്നെ അവൻ വല്ലതും അടിക്കുക നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മ, ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ ആവശ്യമില്ലാതെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രശ്നമെല്ലാം തുടങ്ങിയത് ചീത്ത വിളിയാണ് ഈ പ്രശ്നം. അവന്റെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് അവൻ ഈ ചീത്ത വിളിക്കുന്നത്. ചീത്ത വിളിച്ചാൽ നീ എന്നെ എന്ത് ചെയ്യൂടാ എന്ന് ചോദിക്കുന്നതിന് മുൻപേ അവൻ എഴുന്നേറ്റ് അങ്ങ് ഓട്ടം തുടങ്ങി, ഓടിച്ചെന്ന് ഇവനെ അടിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ല, പള്ളിയിലിരിക്കുകയായിരുന്നു, മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്റെ സഹോദരന്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, എന്തായിരുന്നു കാര്യം, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോ ഇവ എന്റെ വീട്ടിന്റെ വഴി കൂടെ കുടിച്ച് ലെവൽ കയറ്റി ഇങ്ങനെ വരെയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരുടെ വീട്ടു നടയിൽ നിന്നപ്പോ അവ എന്നെ ഇങ്ങനെ എല്ലാ വിലാസംഗം ചെയ്യാൻ വരും പോലെ തന്നെ എന്നെ വഴിക്ക് വെച്ച് അവന്റെ നടയിൽ വെച്ച് എന്നെ അവൻ ചേർത്ത് കൈവച്ച് ഇങ്ങനെ 2 കൈ വെച്ചു അവൻ ചേർത്ത്. ഞാൻ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പോണ വഴിക്ക് അത്രയും അവൻ എന്നെ ചേർത്ത്. അവൻ ശരിക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ലെവലില്ലാതെ വരുമ്പോഴാണല്ലോ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ നിയന്ത്രണം ഇല്ല, അതാണ് സത്യം. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അണ്ണന്റെ അടുത്ത് ചോദിച്ചത് കാരണമാണ് ഇവൻ ഇത് അടിക്കായി. എന്റെ വീട്ടിൽ വന്ന് അപ്പോഴും ഞാൻ വെള്ളം കോരാൻ പോയപ്പോഴും അവ അവിടെ എന്ന് പറഞ്ഞ്, നീ അവരെ വീട്ടിൽ പോണ്ട, എന്നെ ചീത്ത വിളിച്ചു, നീ അവരെ വീട്ടിൽ പോണ്ട, അവരെ കൊണ്ട് ഇത് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. കാരണം ആ പുള്ളിക്കാരന് വീഴുന്ന നടുവൊന്നും എല്ലാം ഒടിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ ബെൽറ്റ് എല്ലാം ഇട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവരും വഴക്ക് പറഞ്ഞടാ, നീ നിന്റെ കാര്യം നോക്കിപ്പോന്ന് പറഞ്ഞു. എന്റെ അടുക്കളയുടെ പടിയിലോട്ട് ഞാൻ ഇങ്ങനെ കയറാനായിട്ട് പോയപ്പോഴും എന്നെ അടിക്കാനായിട്ട് ഓടി വന്ന്. ഞാൻ ചോദിച്ചു, നീ എന്നെ അടിച്ചേ പോവുള്ള സജി, ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല, ഇപ്പൊ നിന്റെ അടുത്ത് എന്ത് പറഞ്ഞിരുന്നാലും നിനക്കത് മനസ്സിലാവൂല, അതുകൊണ്ട് നീ പോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിലക്ക് വിടാൻ ശ്രമിച്ചു, സംഭവം പറ്റിയില്ല. രണ്ടാം
രണ്ടാമത് ഞാൻ കിണറ്റിൽ വെള്ളം കോരാനായിട്ട് കലവ് കൊടുത്തോണ്ട് അങ്ങോട്ട് പോയപ്പോഴും കിണറ്റിന്റെ മൂട്ടിൽ അവൻ വന്നു നിന്ന് എന്നെ 2-3 ചീത്ത വിളിച്ച് 2-3 ഭാഷ പറഞ്ഞ്. അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു ഇതിന് മറുപടി ഞാൻ പറയൂല, കാരണം ഞാനൊരു ദൈവത്തെ അറിയുന്നോളാണ്. ആയതുകൊണ്ട് ഞാൻ എന്റെ വായിൽ ഇത്തരം വാക്കുകളൊന്നും വരൂല, നീ പോന്ന് പറഞ്ഞു. എന്റെ സഹോദരനും അപ്പുറത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. കമ്പെല്ലാം ചവിട്ടി ഓടിച്ചപ്പോഴൊക്കെ ആ കമ്പ് അവൻ ഊരി എടുക്കാൻ പറ്റിയില്ല, അവിടെ തന്നെ ഊന്നി ആ കൊക്കോടെ മൂട്ടിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ ചെന്നത് കാരണമാണ് എന്റെ മോനെ ഇങ്ങനെ കൊല്ലാൻ തന്നെയാണ് അവൻ ശ്രമിച്ചത്. 2 വർഷം കൊണ്ട് എന്റെ മോൻ ഒരുപാട് സഹിക്കുന്നുണ്ട്. ചീത്ത വിളിയും പ്രശ്നങ്ങളും എല്ലാം കേൾക്കൊണ്ട് ജംഗ്ഷനിൽ തന്നെ ഇട്ട് അവന്റെ തരപ്രായക്കാരെ കൂടെ അവൻ ഇരുന്ന് ഇവനെ കാണുമ്പോഴത്തേക്ക് പല്ല് കടിക്കുകയും വേണ്ടാത്ത ഭാഷകൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു സുഖമില്ലാത്തവളായതുകൊണ്ട്, എനിക്ക് നല്ല സുഖമില്ലാത്ത ഒരാളാണ്. ഞാൻ സുഖമില്ലാത്ത ഒരാളായതുകൊണ്ട് ഈ മോനാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി എന്നെ പോറ്റിക്കൊണ്ട് പോണത്. അല്ലാതെ ഞങ്ങളാരും അവരോട് ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും ഞങ്ങളെ ദേശത്ത് ഇന്നുവരെയും പോയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മോനും ഞാനും കൂടെ പിന്നെ ആശുപത്രിയിലോട്ട് പോയപ്പോഴും ഇവനെ ഓടി ഓട്ടോയുടെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവനെ ശരിക്കും പെരുമാറിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്റെ അടുത്ത് വീട്ടിൽ വെച്ച് പറഞ്ഞ്, ഇന്നത്തെ ദിവസം ഞാൻ അവനെ അടിച്ചിരിക്കും, ഞാൻ വെട്ടിയിരിക്കും, വെട്ടെങ്കി വെട്ട്, അടിയെങ്കി അടി. അപ്പോഴും ഞാൻ ചോദിച്ചു, നീ വീട് കയറി അടിക്കുമോ എന്ന് ചോദിച്ചു. വീട് കയറി അടിക്കാനും എനിക്ക് പേടിയില്ല, എനിക്ക് പോലീസും പട്ടാളവും എല്ലാം എനിക്ക് ഒന്നാണ്, പുല്ലാണ് എന്നിങ്ങനെ പറഞ്ഞു കൈ അങ്ങ് കുടഞ്ഞ്. അപ്പൊ അവൻ ഇങ്ങനെ ഇളം കൈയും വലം കൈയും ഒക്കെ അടിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കാണിക്കണ്ട, അത് നിന്റെ അമ്മയുടെ അടുത്ത് കാണിക്കും പോലെ ഞാനത് വകവെച്ചു, പക്ഷെ എന്റെ അടുത്ത് ഇത് കാണിക്കരുതായിരുന്നു നീ എന്ന് പറഞ്ഞ്. ഈ 10-60 വയസ്സിനകത്ത് 59-60 വയസ്സിനകത്ത് പ്രായമുള്ള എന്നെ നീ ഇങ്ങനെ ഈ ചെറുക്കയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതെനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ, അതായത് എനിക്ക് നിയമപരമായി കിട്ടേണ്ട പരിരക്ഷ എല്ലാം എനിക്ക് കിട്ടണം. കാരണം എന്റെ മേലിൽ ഇപ്പം എന്താ പറയാ, ഒരു വധഭീഷണി തന്നെ ഉണ്ട്. ഈ നാട്ടിൽ ഇപ്പൊ എന്താ, ഗേക്ക് ജീവിക്കാൻ പറ്റില്ലേ? അപ്പം അതിന് വേണ്ട ഒരു പരിരക്ഷ എനിക്ക് കിട്ടണം. കാരണം ഇന്നത്തെ കാലത്ത് ഇന്ന് ഈ സൊസൈറ്റിയിൽ ഗേക്ക് ജീവിക്കാനുള്ള എല്ലാം എന്താ പറയാ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരാൾക്ക് വരില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നീ വന്നത് എന്താ പറയാ മറ്റൊരാൾക്ക് ഒരിക്കലും വരാൻ ഇടയാവരുതാന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടേണ്ട എന്താ പറയാ എല്ലാ പരിരക്ഷകളും കിട്ടിക്കൊണ്ട് തന്നെ എന്താ പറയാ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി പൂർണ്ണമായിട്ടും ഇതിനു വേണ്ട ശിക്ഷാ നടപടികൾ എന്താ പറയാ മേടിച്ചു കൊടുക്കാൻ തന്നെയാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനവും. വിജേഷ് ഒരു ഗേ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായി ഈ സജി എന്ന ഇദ്ദേഹത്തിന്റെ ബന്ധു നിരന്തരം ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. എന്നാൽ ഇന്ന് സ്വന്തം അമ്മയോട് പറഞ്ഞത്, കൈകൊട്ടി പറഞ്ഞത് കൊന്നിരിക്കും. അതായത് വധഭീഷണി മുഴക്കി ഇദ്ദേഹത്തെ നല്ല രീതിയിൽ അതിക്രൂരമായ മർദ്ദനം കൊടുത്തിട്ടുണ്ട്. ഇവർക്കിപ്പോൾ പാലോട് പോലീസിന് വിശ്വാസമാണ്. തീർച്ചയായും പാലോട് CI ഈ വിഷയം വളരെയധികം ഗൗരവമായി എടുത്ത് ഈ വിജേഷിന് നീതി വാങ്ങിക്കൊടുത്തു തന്നെ ആവണം. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്.